മാമ്പഴക്കൊമ്പൻ എന്തു ചെയ്തു എന്ന് അറിയണ്ടേ? ആ ഗുരുജി ഒന്നുകൂടെ നോക്കിയ സമയത്ത് ആ പേരമരത്തെ ലക്ഷ്യം വെച്ച് തന്നെയാണ് മാമ്പഴക്കൊമ്പൻ കുതിച്ചു പാഞ്ഞു വരുന്നത്. ഏതു നിമിഷവും താനും തൻ്റെ കുട്ടികളും വെള്ളത്തിൽ മുങ്ങിച്ചാവും. തനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, തൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തോടെ ഗുരുജി രണ്ടും കൽപ്പിച്ച് പറന്നു ചെന്ന് ആനയുടെ പുറത്തിരുന്നു. അതിൻ്റെ ചെവിയിൽ എന്തോ കാര്യമായി സംസാരിച്ചു. പെട്ടെന്ന് മാമ്പഴക്കൊമ്പൻ അവിടെ നിന്നു. ശാന്തനായി നിന്ന് ആ ഗുരുജി തത്ത പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. എന്നിട്ട് എന്തോ ഗുരുജിയോടും സംസാരിച്ചു. എന്നിട്ട് അതുവരെ നിന്നിരുന്ന ഭാവം വിട്ട് ശാന്തനായ ആന തിരിഞ്ഞു നടന്നു. ഗുരുജി പറന്നു ചെന്ന് മരത്തിലിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ഭുതമായി. കുഞ്ഞുങ്ങൾ ചോദിച്ചു, എന്ത് സൂത്രമാ ഗുരുജി നടത്തിയത്? അതൊക്കെ ഒരു സൂത്രമാ എന്ന് പറഞ്ഞു ഗുരുജി തത്തം മെല്ലെ ഒഴിഞ്ഞു മാറി. എന്നിട്ട് ക്ലാസ് ആരംഭിച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നമ്മൾ ഇനി സ്വരാക്ഷരങ്ങളിലെ 2 അക്ഷരം കൂടെയാണ് പഠിക്കാൻ പോകുന്നത്. അം ആ എന്നീ 2 അക്ഷരങ്ങൾ. കുട്ടികൾ ചെവി കൂർപ്പിച്ചിരുന്നു. എന്നിട്ട് ഗുരുജി പറഞ്ഞു, അം ആ ഇതില് അം എന്ന അക്ഷരം വളരെ എന്താ പറയാ അപൂർവമായി മാത്രം ഉപയോഗിക്കാറുള്ളൂ. അമ്പ, അംബിക, അമ്പരം തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അം. എന്നാൽ ആ എന്ന അക്ഷരം കുട്ടികൾ ശ്രദ്ധിച്ചു കാണുന്നുണ്ടോ? ആ ആയ്ക്ക് ശേഷം 2 കുത്ത് കണ്ടോ കുട്ടികള്? ആ കുത്തിന് പറയുന്ന പേരാണ് വിസർഗം എന്നാണ് പറയുക കേട്ടോ. വിസർഗം. അങ്ങനെ വിസർഗം ചേർത്ത ആ എന്ന അക്ഷരം നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഗുരുജി ഒരു സ്വകാര്യം പറയുന്നത് പോലെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അക്ഷരമാല ക്രമത്തിൽ ആ 2 അക്ഷരങ്ങൾ ഒഴിവാക്കിയതായാണ് കാണുന്നത്. അതുകൊണ്ടാണ് 49 അക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളതെന്ന് പറയുന്നത്. അതിനുശേഷം ഗുരുജി വീണ്ടും തുടർന്ന് പറഞ്ഞു, ഈ അം ആ എന്നുള്ള അക്ഷരങ്ങൾ പക്ഷേ അക്ഷരമാല പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞ് ആ അം ആ എഴുതാൻ തുടങ്ങുമ്പോഴാണ് പരുന്ത് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പറന്നു വന്ന് ഗുരുജിയുടെ മരത്തിൽ വന്നിരുന്നത്. ഗുരുജി അത്ഭുതത്തോടെ നോക്കി. അപ്പോൾ പരുന്ത് പറഞ്ഞു, ഗുരുജി, എനിക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ദുഷ്ടനായി മാറിയത്. എൻ്റെ കുഞ്ഞിന് ആ ഗതി വരരുത്. അവന് അറിവും ബോധവും ഉണ്ടാവണം. അങ്ങനെ അവൻ ശാന്തമായ ജീവിതം നയിക്കണം. അതുകൊണ്ട് ഗുരുജി ഇവനും അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഗുരുജിക്ക് സന്തോഷമായി. പരുന്തിൻ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? ഒരു ഞാവൽ പഴം ഗുരുജിക്ക് ദക്ഷിണയായി വെച്ചുകൊണ്ട് അവനും ക്ലാസ്സിലിരുന്നു. പക്ഷേ പരുന്ത് വന്ന് തൻ്റെ അടുത്തിരുന്നപ്പോൾ കുഞ്ഞനാകെ വിറയ്ക്കാൻ തുടങ്ങി. അതെങ്ങാനും പിടിച്ച് വിഴുങ്ങിയാലോ അല്ലേ? അപ്പോൾ അവൻ ഓരോ കുട്ടിക്കുറുമ്പുകൾ കാട്ടിക്കൊണ്ടേയിരുന്നു. ഗുരുജി അടങ്ങിയിരിക്കടാ എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരോടുമായി പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമുക്ക് ഇന്നൊരു അതിഥി വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് സ്വരാക്ഷരങ്ങൾ ഒന്നുകൂടി പഠിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ പറഞ്ഞേ, ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഒ ഓ ഔ അം ആ. ഈ കുഞ്ഞുങ്ങളെ, ഈ 15 അക്ഷരങ്ങളെയാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുക. എന്നിട്ട് ഗുരുജി തൻ്റെ ചിറകൊന്ന് കുടഞ്ഞ് വീണ്ടും അക്ഷരങ്ങൾ പറയാൻ തുടങ്ങവേ പെട്ടെന്ന് ഗുരുജി ക്ലാസ് നിർത്തിയിട്ട് പറഞ്ഞു, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം. ഇന്ന് തൽക്കാലം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്കറിയുമോ? ഇല്ല, എന്നാ പറയാം. ഗുരുജിയുടെ ഭാര്യ തത്തപ്പെണ്ണിൻ്റെ അപേക്ഷ മാനിച്ച് ഇന്ന് ഭാര്യ വീട്ടിലേക്ക് ഒരു വിരുന്ന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് പറഞ്ഞു വിടണമല്ലോ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ മുഴുവൻ നേരത്തെ പറഞ്ഞു വിട്ടത്. കുഞ്ഞുങ്ങൾ പരസ്പരം കഥ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും അവരവരുടെ കൂടുകളിലേക്ക് പറന്നുപോയി. ഗുരുജി തത്തയും ഭാര്യയും കൂടെ ഭാര്യ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും പഴങ്ങളും ഒക്കെയായി വിരുന്ന് പോയി. എന്നാൽ വിരുന്ന് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വന്ന ഗുരുജി തത്തയെ കാത്തിരുന്നത് വീണ്ടും വലിയ ദുരന്തങ്ങളായിരുന്നു. എന്താണെന്നറിയോ മക്കൾക്ക്? താനിരുന്ന പേരമരത്തിൻ്റെ കൊമ്പിലുള്ള പേരക്കയെല്ലാം ആരോ തല്ലി തകർത്ത് താഴിട്ടിരിക്കുന്നു. എന്ത് ചെയ്യും? ഇന്ന് കുട്ടികളാണെങ്കിൽ ഇപ്പം ക്ലാസ്സിൽ വരും, അവർക്ക് എന്തിലെഴുതി കാണിച്ചു കൊടുക്കും? ഗുരുജി തത്ത ആകെ അസ്വസ്ഥനായി ഇങ്ങനെ ഇരുന്നു.
ദേഷ്യത്തോടെ ഓടി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ കൊമ്പനാനന്റെ ചെവിയിലോട്ട് പോയി നമ്മുടെ ഗുരുജി തത്ത എന്തോ പറഞ്ഞു അല്ലെ. അത് പറഞ്ഞു കേട്ട് നമ്മുടെ കൊമ്പനാന ഒന്നും പറയാതെ തിരിച്ചുപോയി. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാന്ന് എന്റെ മക്കൾക്ക് അറിയുകയാണെങ്കിൽ അതൊരു സംഭാഷണ രൂപത്തിലോട്ട് എഴുതിയിട്ട് ദേ താഴെ കാണുന്ന നമ്പറിലോട്ട് അയച്ചു കൊടുക്കുക. അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള 3 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. അവർക്ക് നമ്മുടെ എക്സാം വിന്നറിന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ എന്തായിരിക്കും ആ ഒരു സംഭാഷണം നിങ്ങൾ ഊഹിച്ച് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വെച്ച് നമ്മൾ ഇതൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് വേഗം സംഭാഷണം അയച്ചു കൊടുക്കുക. അപ്പൊ കാട്ടിലെ കഥ നമ്മൾ ഇങ്ങനെ നല്ല രസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴേക്കും അടുത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരിക്കും അല്ലെ. അപ്പോ എല്ലാവരും നമ്മൾ ഈ കഥ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തും നോക്കി നമ്മുടെ മലയാള ഭാഷയിലെ സ്വര അക്ഷരങ്ങളെയും കൂടെ നമ്മൾ ഈ ഒരു കഥയിലൂടെ നമ്മൾ പഠിക്കുകയായിരുന്നു അല്ലെ. അങ്ങനെ നമ്മൾ 2 പാട്ടിലായിട്ട് നമ്മുടെ സ്വരാക്ഷരങ്ങൾ നമ്മൾ നോക്കി. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കഥയിൽ നമുക്ക് 2 സ്വരാക്ഷരങ്ങൾ കൂടിയായിരുന്നു നോക്കാനുണ്ടായിരുന്നത്. അത് ഏതൊക്കെയായിരുന്നു മക്കളെ? അം, ആ. ഓക്കെ, അം, ആ തുടങ്ങിയ സ്വരാക്ഷരങ്ങളെയും കൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു കഥയിൽ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മക്കളെ അം എന്ന് പറയുന്ന സ്വരാക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയുണ്ട്? അമ്പ, അമ്പരം മുതലായവ അല്ലെ. എന്നാൽ ആ കൂട്ടി വരുന്നതോ? വിസർഗം ചേർത്ത് വരുന്ന ആ എന്ന അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു കഥയിലൂടെ 3 പാട്ടിൽ നമ്മുടെ ഈ ഒരു കഥയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ പരിചയപ്പെട്ടത്? നമ്മുടെ മലയാള ഭാഷയിലെ 15 സ്വരാക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്തത്? പരിചയപ്പെട്ടത്. അത് ഏതൊക്കെയായിരുന്നു മക്കളെ? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഓ, ഔ, അം, ആ. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാള ഭാഷയിലെ 15 സ്വരാക്ഷരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ മക്കൾ ഇതാ ഈ 15 സ്വരാക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകൾ നമ്മൾ എഴുതി സൂക്ഷിച്ച് നമുക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട നമ്മുടെ അം എന്ന് പറയുന്ന സ്വരാക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ മക്കൾ എന്ത് ചെയ്യണം? ഡയറിയിൽ എഴുതി നമുക്ക് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മലയാള ഭാഷയിലെ 15 സ്വരാക്ഷരങ്ങളും അവ ഉച്ചരിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഥയുടെ ബാക്കി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ എന്ത് ചർച്ച ചെയ്യുന്നതായിരിക്കും മക്കളെ? നമ്മുടെ ഈ ഒരു സ്വരാക്ഷരങ്ങളെ ചർച്ച ചെയ്തതുപോലെ തന്നെ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളെയും അവ ഉച്ചരിക്കേണ്ട രീതി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? കാത്തിരിക്കുക.